അപ്പോൾ ഞങ്ങളിതാ ഡിസ്നി ലാൻഡിലേക്ക് ലാൻഡ് ചെയ്തു. നമുക്ക് ഹിസ്റ്ററിയിൽ നിന്ന് തുടങ്ങിയാലോ? നമുക്ക് ഡിസ്നി ലാൻഡിൻ്റെ ഹിസ്റ്ററിയിൽ നിന്ന് തുടങ്ങിയാലോ? ഹിസ്റ്ററി അല്ലെങ്കിൽ ഇതിൻ്റെ ഒറിജിൻ എവിടെ നിന്നാണ് ഉണ്ടായതെന്ന് പറഞ്ഞാൽ, വാൾട്ട് ഡിസ്നി തൻ്റെ പെൺമക്കളായ ഡയാനിനും ഷാരൂണിനും ഒപ്പം ലോസ് ഏഞ്ചൽസിലെ ഗിഫ്റ്റ് പാർക്ക് സന്ദർശിക്കുമ്പോഴാണ് ഡിസ്നി ലാൻഡിൻ്റെ ആശയം ആരംഭിച്ചത്. അവർ ഉല്ലാസയാത്ര നടത്തുന്നത് കാണുമ്പോൾ മുതിർന്നവർക്കും അവരുടെ കുട്ടികൾക്കും ഒരുമിച്ച് പോകാനും ആസ്വദിക്കാനും കഴിയുന്ന ഒരു സ്ഥലത്തെക്കുറിച്ചുള്ള ആശയം അദ്ദേഹത്തിന് ഉയർന്നു വന്നു. ആ ആശയം വർഷങ്ങളോളം നിശ്ചലമായിരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇവിടെ എൻട്രൻസിൽ തന്നെ ഡിസ്നി ലാൻഡിൻ്റെ റിസോർട്ട് കൂടെ ഉണ്ട്. അവിടെ വേണമെങ്കിലും സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് VIP പാസ് ടിക്കറ്റ് കിട്ടും. അപ്പം ഓരോ അഡ്വഞ്ചർ പാർക്കിലും ആക്ടിവിറ്റിക്കും ടിക്കറ്റ് എന്താ പറയുക VIP കൺസ്ട്രക്ഷൻ കിട്ടും. അപ്പം വരി നിൽക്കേണ്ടി വരില്ല. 3-4 പേരേ ഉണ്ടാവുള്ളൂ. മറ്റത് 100 പേരിനടുത്തും ഡിപ്പെൻസ്. ഓരോ റൈഡിനും ഓരോ തിരക്കാണ്. അത് നമുക്ക് വഴിയെ പറയാം. അപ്പോൾ ഇവിടുത്തെ ചെക്കിനെല്ലാം കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് യാത്രയാവുകയാണ്. അപ്പോൾ നമ്മുടെ ഹിസ്റ്ററിയിലേക്ക് വീണ്ടും പോവാം. നമ്മുടെ ഹോങ്കോങ് ഡിസ്നി ലാൻഡിൻ്റെ ഹിസ്റ്ററിയിലേക്ക് പോവുകയാണെങ്കിൽ 2005 സെപ്റ്റംബർ 12 തുറന്നു കൊടുത്തതാണ് ഈ ഡിസ്നി ലാൻഡ്. ചൈനയിലെ ആദ്യത്തെ ഡിസ്നി തീം പാർക്കായി മാറി. ഇതിൽ 4 പാർക്കുകളാണ് ഉള്ളത്. വെനീസ് ബേയിലെ വീണ്ടെടുക്കപ്പെട്ട സ്ഥലത്താണ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഈ 4 സ്ഥലങ്ങൾ മെയിൻ സ്ട്രീറ്റ്, USA, ഫാൻറ്റസി ലാൻഡ്, അഡ്വഞ്ചർ ലാൻഡ്, ടുമോറോ ലാൻഡ്, ഇങ്ങനെ ഉള്ള പോർഷനാണ് അവിടെ ഉള്ളത്. ഹോങ്കോങ് ഡിസ്നി ലാൻഡ്, അതിനെക്കുറിച്ച് ചില അനുബന്ധ ചരിത്രം പറയുകയാണെങ്കിൽ 1998 വാൾട്ട് ഡിസ്നി പാർക്ക് ആൻഡ് റിസോർട്ടുകൾ ഒരു ഹോങ്കോങ് തീം പാർക്കിനെ കുറിച്ച് നിർദ്ദേശിച്ചു. 1999 ഹോങ്കോങ് ഇൻ്റർനാഷണൽ തീം പാർക്സ് ലിമിറ്റഡ് HKITP എന്ന സംയുക്ത സംരംഭം സൃഷ്ടിക്കപ്പെട്ടു. പദ്ധതിയിൽ 43% ഇക്വിറ്റി ഓഹരിയുമായി ഡിസ്നി $316 ദശലക്ഷം നിർദ്ദേശിച്ചു. ചൈനീസ് ഭാഷാ സേവനങ്ങളുള്ള അമേരിക്കൻ ശൈലിയിലുള്ള തീം പാർക്കാണ് ഈ പാർക്ക്. ഈ പാർക്ക് ഹോങ്കോങ്ങിൻ്റെ ടൂറിസം വ്യവസായത്തിന് നല്ലൊരു സംഭാവന തന്നെ നൽകിയിട്ടുണ്ട്. ഡിസ്നി ലാൻഡിലെ എൻട്രൻസിലെ ചെക്ക് ഇൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ഷോപ്പിംഗ് ചെയ്യാനുള്ള ഷോപ്സ് അവൈലബിൾ ആണ്. അതായത് മിക്കി മൗസിൻ്റെ പല രൂപത്തിലുള്ള തൊപ്പികൾ, പെൺകുട്ടികൾക്ക് തലയിലിടാൻ പറ്റുന്ന രീതിയിൽ 2 ചെവിയുള്ള ഐറ്റംസ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ വേണമെങ്കിൽ കീ ചെയിന് എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എൻജോയ് ചെയ്യാനായിട്ട് ഈ തലയിൽ തൊപ്പിയൊക്കെ വാങ്ങി ഇട്ടിട്ട് എല്ലാവർക്കും നടക്കാം. മിക്കി മൗസിൻ്റെ രൂപത്തിലുള്ളത്. ഈ 2005 സെപ്റ്റംബർ 12 തന്നെ ഹോങ്കോങ്ങിലെ ഡിസ്നി ലാൻഡ് ഹോട്ടലും തുറന്നിട്ടുണ്ടായിരുന്നു. അതിൽ 400 ഗസ്റ്റ് റൂമുകളും ബോൾ റൂമുകളും ഫങ്ഷൻ റൂമുകളും ഉള്ള ഒരു കൺവെൻഷൻ സെൻറ്ററും ഹോട്ടലിലുണ്ട്. പിന്നെ 2017 ജനുവരി 11 അയൺമാൻ അനുഭവം തുറന്നു. അതൊരു പുതുതായി നിർമ്മിച്ച സ്റ്റാർക്ക് ടവർ സന്ദർശിക്കാൻ അയൺമാൻ അതിഥികളെ ഹോങ്കോങ്ങിലൂടെ ക്ഷണിക്കുന്ന ഒരു സിമുലേറ്ററുമായി ആകർഷണം. ആദ്യമായി ഡിസ്നി ലാൻഡ് തുറന്നത്
1955 ജൂലൈ 17 ആണ്. അതായത് അമേരിക്കൻ ഐക്യനാടുകളിലെ കാലിഫോർണിയയിലെ അനാഹൈമിലുള്ള ഒരു തീം പാർക്കാണ് ഡിസ്നിലാൻഡ് പാർക്ക്. ഇതാണ് ആദ്യത്തെ ഡിസ്നിലാൻഡ് പാർക്ക്. മിക്കി മൗസ് കണ്ടുപിടിച്ച വാൾട്ട് ഡിസ്നി 1955 ജൂലൈ 17 ഇത് തുറന്നു കൊടുത്തു. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ തീം പാർക്കുകളിൽ ഒന്നാണ് അനാഹൈമിലുള്ള കാലിഫോർണിയയിലെ ഈ പാർക്ക്. ഡിസ്നി തീം പാർക്കുകാർ നമ്മളെ വെൽക്കം ചെയ്യാനായി പല രൂപത്തിലുള്ള കലാരൂപങ്ങളും നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ലോകമെമ്പാടുമുള്ള 6 റിസോർട്ട് ക്യാമ്പസുകളുമായി ഡിസ്നിക്ക് 12 തീം പാർക്കുകൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. ഡിസ്നിയുടെ ലോകമെമ്പാടുമുള്ള 12 തീം പാർക്കുകളിൽ 6 ഡിസ്നിലാൻഡ് ശൈലിയിലുള്ള കാസിൽ പാർക്കുകളാണ്. ബാക്കി 6 മറ്റ് തീമുകളുള്ള പാർക്കുകളാണ്. ഈ 12 പാർക്കുകൾ 4 രാജ്യങ്ങളിലായി സ്ഥിതി ചെയ്യുന്നു. എല്ലാ ഡിസ്നിലാൻഡുകളും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ കാലിഫോർണിയ, ഫ്ലോറിഡ, ടോക്കിയോ, പാരീസ്, ഹോങ്കോങ്, ചൈന. അപ്പോൾ ഈ 6 പറ്റി പറയുകയാണെങ്കിൽ ഡിസ്നിലാൻഡ് റിസോർട്ട് കാലിഫോർണിയ, അതിനകത്ത് ഡിസ്നിലാൻഡ് ഉണ്ട്, ഡിസ്നി കാലിഫോർണിയ അഡ്വഞ്ചർ ഉണ്ട്. രണ്ടാമത് വാൾട്ട് ഡിസ്നി വേൾഡ് റിസോർട്ട് ഫ്ലോറിഡ, അതിനകത്ത് മാജിക് കിങ്ഡം, എപ്കോട്ട്, ഡിസ്നീസ് ഹോളിവുഡ് സ്റ്റുഡിയോസ്, ഡിസ്നീസ് ആനിമൽ കിങ്ഡം. ഇനിയുള്ളത് ടോക്കിയോ ഡിസ്നി റിസോർട്ടാണ്. ടോക്കിയോ ഡിസ്നി റിസോർട്ടിനകത്ത് ടോക്കിയോ ഡിസ്നി ലാൻഡ്, ടോക്കിയോ ഡിസ്നി സീ എന്നിവയാണ് ഉള്ളത്. ഇനി ഡിസ്നിലാൻഡ് പാരീസിൽ നോക്കുകയാണെങ്കിൽ ഡിസ്നിലാൻഡ് പാർക്ക്, വാൾട്ട് ഡിസ്നിലാൻഡ് സ്റ്റുഡിയോ പാർക്ക് 2 ഉണ്ട്. ഹോങ്കോങ് ഡിസ്നിലാൻഡിൽ ഹോങ്കോങ് ഡിസ്നിലാൻഡ് പാർക്കാണുള്ളത്. പിന്നെ ഷാങ്കായ് ഡിസ്നി റിസോർട്ടാണ്, അതിൽ ഷാങ്കായ് ഡിസ്നിലാൻഡ്. ഞങ്ങൾ ആദ്യത്തെ അഡ്വഞ്ചർ റൈഡിന് കയറാൻ പോവുകയാണ്. ജെറ്റിനെ പോലെ സ്പീഡിൽ പോകുന്ന ഇതിൽ മൊബൈൽ ഉപയോഗിക്കാൻ പറ്റില്ല. എൻ്റെ വയറ് കലങ്ങി. That was awesome experience, but we cannot show you that. അയ്യോ, ഇപ്പം കഴിഞ്ഞ അഡ്വഞ്ചർ എന്ന് പറയുകയാണെങ്കിൽ ഹൈപ്പർ സ്പേസ് മൗണ്ടനിലേക്കുള്ള യാത്ര പോലെയായിരുന്നു. എന്ന് വെച്ചാൽ ജെറ്റിൻ്റെ വേഗതയിൽ നമ്മൾ സ്പേസിൽ യാത്ര ചെയ്യുന്ന ഒരു ഫീലാണ്. സ്പേസിൽ ഷൂട്ട് ഔട്ട് നടക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിലൂടെ പോകുന്ന ഒരു ഫീല്. വളരെ സ്പീഡിലായിരുന്നു, നല്ല സ്പീഡിലായിരുന്നു. ആദ്യമൊക്കെ പേടിച്ചു പോയി, ചരിഞ്ഞും മറിഞ്ഞുമുള്ള
യാത്രയായിരുന്നു. റിയലി അഡ്വഞ്ചർ. വി എൻജോയ്ഡ് എ ലോട്ട്. അടുത്ത റൈഡിലേക്ക് പോകാം. ഇതത്ര അഡ്വഞ്ചർ അല്ലെങ്കിലും നല്ല രസമായിരുന്നു. ഇറ്റ്സ് എ സ്മോൾ വേൾഡ്. നമുക്കതിനകത്തേക്ക് പോകാം. ഈ യാത്ര നല്ല ഒരു അനുഭവം നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നതാണ്. ഇറ്റ്സ് എ സ്മോൾ വേൾഡ്. ലോകമെമ്പാടുമുള്ള പാട്ടുപാടുന്ന കുട്ടികളുടെ ഒരു കൂട്ടം കടന്നു പോകുന്ന ഒരു കനാലിനരികിലൂടെയുള്ള ബോട്ട് യാത്രയാണ് ഈ സഫാരിയിൽ ഉൾപ്പെടുത്തുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഒരു കുട്ടിയെ പ്രതിനിധീകരിക്കുന്ന 300ഓളം ഓഡിയോ ആനിമട്രോണിക്സ് പാവകളാണ് ഈ ആകർഷണം. കുട്ടികൾ അവരുടെ മാതൃഭാഷയിൽ സമാധാനത്തെക്കുറിച്ചുള്ള ഒരു ക്ലാസിക് ഗാനം ഇവിടെ ആലപിക്കുന്നു. വരൂ, നമുക്ക് ഈ ഗാനങ്ങളുടെ കുറച്ച് ഭാഗങ്ങൾ കാണാം. അപ്പോൾ കഴിഞ്ഞു പോയ ബോട്ട് യാത്രയിലെ സ്മോൾ വേൾഡ് എന്ന ഹോങ്കോങ് പതിപ്പ് മിക്കവാറും യഥാർത്ഥ ഡിസ്നിലാൻഡിൻ്റെ പതിപ്പിനെ അടിസ്ഥാനമാക്കിയുള്ളവയാണ്. ഡിസ്നിലാൻഡിൻ്റെ മെയിൻ ആകർഷണമായ കാസിലിൻ്റെ മുമ്പിൽ അല്പനേരം വിശ്രമിച്ചു, ഫോട്ടോസെല്ലാം എടുത്തു. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് ഫ്രോസൺ ലാൻഡിലേക്കാണ്. വേൾഡ് ഓഫ് ഫ്രോസൺ എന്നറിയപ്പെടുന്ന ഈ പ്രദേശം 2023 നവംബർ 20 തുറന്നു കൊടുത്തത്. വേൾഡ് ഓഫ് ഫ്രോസൺ അരണ്ടലിൻ്റെ ഒരു വിനോദമാണ്. ഡിസ്നി സഹോദരിമായ
എൽസയുടെയും അന്നയുടെയും ഭവനമായ ഫ്രോസൺ സിനിമകളിൽ ഫീച്ചർ ചെയ്യുന്ന ഒരു സാങ്കല്പിക ഗ്രാമം. അതിനിടയ്ക്ക് നമുക്കൊരു മാജിക് കാണാം. Thank you. We then take the rope. Come this way. Come this way. We'll put the rope in the bucket. Like this. All the way in. All the way in. And then we're going to see if you're good at magic, okay? Oh, that was good. That was magical. Are we ready? If you hold this side. And if you hold this side. And you walk that way. Let's give our little assistant a big round of applause. We've sorted out the decorations for Queen Anna. I'm going to ഫ്രോസൺ സിനിമകളിലെ ഡിസ്നി സഹോദരിമാരായ എൽസയുടെയും അന്നയുടെയും ഭവനമായ ദ വേൾഡ് ഓഫ് ഫ്രോസൺ കാണുന്നതിന് മുമ്പ് നമുക്കൊരു ബ്രേക്ക് ആവശ്യമാണ്. അങ്ങകലെ കാണുന്ന അഡ്വഞ്ചർ വിശേഷങ്ങളും ഒപ്പം എൽസയുടെയും അന്നയുടെയും ഗൃഹമായ ഫ്രോസൺ വേൾഡ് വിശേഷങ്ങളും പിന്നീട് വരുന്ന മറ്റ് പല അഡ്വഞ്ചർ റൈഡുകളുടെ വിശേഷങ്ങളുമായി ഹോങ്കോങ് ഡിസ്നിലാൻഡിലെ ഫ്രോസൺ ലോകം മനോഹരമായ നോർവീജിയൻ പ്രചോദിതമായ ലാൻഡ്സ്കേപ്പിൽ സജ്ജീകരിച്ചിരിക്കുന്ന വേൾഡ് ഓഫ് ഫ്രോസൺ നോർഡിക് ചരിത്രം, സംസ്കാരം, വാസ്തുവിദ്യ എന്നിവയുടെ മാസ്മരികത ഉൾക്കൊള്ളുന്ന ഡ്രാഗസ്റ്റിൽ ഡ്രാഗൺ ശൈലി എന്ന വാസ്തുവിദ്യാ ശൈലിയും ബെൽസി ട്രാൻസ്ഡിൻ്റെ അസമമായ വാസ്തുവിദ്യയും ഉൾപ്പെട്ടിരിക്കുന്നു. ഫ്രോസൺ ഫ്രാഞ്ചൈസിയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു തീം ഏരിയ ആണ് വേൾഡ് ഓഫ് ഫ്രോസൺ. ഹോങ്കോങ് ഡിസ്നി ലാൻഡിൽ തുറന്ന ഈ ഭൂമി നിലവിൽ ടോക്കിയോ ഡിസ്നിക്കായി ഫ്രോസൺ കിങ്ഡം എന്ന പേരിലും വാൾട്ട് ഡിസ്നി സ്റ്റുഡിയോ പാർക്ക് എന്ന പേരിലും കിങ്ഡം ഓഫ് അരണ്ടൽ എന്ന പേരിലും വാൾട്ട് ഡിസ്നി ഇമാജിനിയറിംഗ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഫ്രോസൻ്റെയും ഫ്രോസൺ 2ൻ്റെയും സംഭവങ്ങൾക്ക് ശേഷം സമാധാനവും സമൃദ്ധിയും ഒടുവിൽ അരണ്ടലിലെ രാജ്യത്തിലേക്ക് മടങ്ങിയെത്തി. എൽസ രാജ്ഞി രാജ്യത്തിൻ്റെ പൗരന്മാരുടെ ഉല്ലാസത്തിനായി ഒരു വേനൽക്കാല മഞ്ഞുദിനം വിധിച്ചു. ഹോങ്കോങ്ങിലുള്ള കാസിൽ സ്ലീപ്പിംഗ് ബ്യൂട്ടിയുടെ ശൈലിയിലുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് ഫ്രോസൺ വേൾഡിലൂടെയുള്ള യാത്ര തുടങ്ങാം. ഈ മഞ്ഞുമലയിലൂടെ ഉള്ള സമ്മർ യാത്ര അതിമനോഹരവും ദൃശ്യവിരുന്നൊരുക്കുന്നതും ഒപ്പം സാഹസികവുമായിരുന്നു. ഫ്രോസൺ വേൾഡിൻ്റെ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ഫുൾ മഞ്ഞുമലയിൽ പാട്ടിൻ്റെയും എല്ലാമായ രാജകുമാരിയുടെ പല മായിക ലോകങ്ങളുമായിരിക്കും.
我都係知定都係嘅。ഏകദേശം സമയം 1:15 അടുത്തു. 1:15 1:45 അടുത്തു. വയറ് നന്നായി വിശക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു നല്ല ഹോട്ടൽ തപ്പി പോകണം. ചൈനീസ് മസാലകളുടെ അതിപ്രസരമില്ലാത്ത, അതായത് അതികുത്തലില്ലാത്ത ഒരു ഭക്ഷണം തന്നെ ഞങ്ങൾക്കന്ന് ഡിസ്നി ലാൻഡിൽ കിട്ടി. ഒരു റെൻഡാങ് വിത്ത് കോക്കനട്ട് റൈസ്. $145 കൊടുത്ത് ഞങ്ങൾ ഒരു പ്ലേറ്റ് മേടിച്ചു, ഷെയർ ചെയ്തു കഴിച്ചു. ഇവിടെ പല ടൈപ്പിലുള്ള ഭക്ഷണവും സെർവ് ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ നല്ലതായി തോന്നിയ ഒരു ഷോപ്പാണിത്. അവരുടെ സെർവിങ് സ്റ്റൈലി എല്ലാം നല്ലതായിരുന്നു. ഞങ്ങൾ വാങ്ങിയ പ്ലേറ്റ് കണ്ടോളൂ. ഭക്ഷണമെല്ലാം കഴിഞ്ഞ് അല്പസമയത്തെ ഉല്ലാസ യാത്ര, വാക്കിംഗ്, അതിലൂടെ അഡ്വഞ്ചർ ലാൻഡിൻ്റെ സൈഡിലൂടെ, ഒപ്പം ടോയ് ലാൻഡിലേക്കുള്ള ദൂരത്തിലൂടെ നടന്ന് ഞങ്ങൾ ഇനി അടുത്ത അഡ്വഞ്ചർ എന്ന് പറയുന്നത് അഡ്വഞ്ചർ ലാൻഡിലെ ദ്വീപിലൂടെയുള്ള യാത്രയാണ്.
ഇവിടുത്തെ അഡ്വഞ്ചർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് അഡ്വഞ്ചർ ലാൻഡിലാണ്. അതായത് ജംഗിൾ ക്രൂയിസ് അല്ലെങ്കിൽ ജംഗിൾ റിവർ ക്രൂയിസ്, ചുറ്റിത്തിരിയുന്ന ടാർസാൻഡ് ട്രീ ഹൗസിൻ്റെ ഒരു വലിയ ദ്വീപ് പ്രദേശം ഇത് അവതരിപ്പിക്കുന്നത്. മിക്ക ഫ്രോണ്ടിയർ ലാൻഡ് തീം ഏരിയകളിലും അമേരിക്കയിലെ നദികൾ പോലെ ഫെസ്റ്റിവൽ ഓഫ് ദി ലയൺ കിങ് ഷോയുടെ ആസ്ഥാനം കൂടിയാണ് അഡ്വഞ്ചർ ലാൻഡ്. എല്ലാ ഡിസ്നി പാർക്കുകളിലും വെച്ച് ഏറ്റവും വലുതാണ് ഹോങ്കോങ് ഡിസ്നി ലാൻഡിൻ്റെ അഡ്വഞ്ചർ ലാൻഡ്. അപ്പോൾ നമുക്ക് അഡ്വഞ്ചർ ലാൻഡിലൂടെയുള്ള ജംഗിൾ റിവർ ക്രൂയിസിലേക്ക് പോകാം. ഈ യാത്ര അതിമനോഹരമായ ജംഗിൾ യാത്രയാകുന്നു. പഴയകാലത്ത് ജംഗിൾ യാത്രയ്ക്ക് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളുടെ ഒരു ശേഖരണം തന്നെയുണ്ട് വരി നിൽക്കുന്ന സ്ഥലത്ത്. ഞങ്ങളെ അഡ്വഞ്ചർ ലാൻഡിലൂടെ നയിച്ചത് ഇവരാണ്. നല്ല രസകരമായ ടോക്കിലൂടെ. Hello， 好了，好激情，太想帮大家进入到山上聊聊天气啊！这个我不能他们讲他就是晚聊了事情，他肯定的。OK， 就是这样，我在 Beautiful Secure Petroleum and Electronic Devices 的是两个手部可以通常都是每个人都要小心稳定个人内放的。ഇനി അവരുടെ വാക്കുകളിലൂടെ യാത്ര ചെയ്യാം. Having or got to, anyone recognize the tree house behind you? Who lives in this tree house? Hello， 台上刚去，我们台上应该是这里很多的那方面啊。看完了后，你们可以用你们的后面交上我们无法去那边找他了，不用跟我去那边的。Okay, let's say hi to our elephant family. This is our elephant mom and elephant baby. Elephant mom is teaching her baby how to use the elephant horse's first photo. Aren't they just adorable? Okay, here behind you can see the elephant brother. Elephant brother likes to take showers. Always enjoys his bathing with the skin so many. Water on my slogan, so you always be careful because he's not gonna splash out on me, but he's gonna splash out on you in 3, 2, and I'm just joking. I'm just kidding. He's not gonna splash out on you. 好啦，我開始會講快啲，係全世界最大嘅有毒嘅蜘蛛啊！佢要大概20米嘅，唔使驚，唔使緊張，全身就全得10米遠嘅啫。最後跳過就去咗我哋後面，前面都有啲人都戴張神啊，同佢兩條冇戴眼鏡嘅眼鏡蛇啊，左手邊又有。嗱，雖然眼鏡蛇唔係全世界最大啊，不過全世界最有到邊就係你嘅。哇！看到前面張神咧，呢度我話見唔見到條右手邊係咩嚟㗎？係鱷魚啊！即係啲鱷魚食鱷啊！佢哋一啲都唔惡嘅，最中意見到你哋朋友仔過嚟炒佢哋嘅啦，我得個個都咁開心啊！係啦，前面都是泰山嘅朋友帶心情啊！泰山不在這裡啊，他們在前面走了呢。泰山回來後一整唔開心嘅。哎呀，我全班星星喺度成唱着我小心啊！ Okay, who knows which one is male zebra and which one is female? Male are black with white strips and female are white with black strips. Easy, right? Simple. Okay, this one is a whole section and first African elephant. Do you know which one is the first one?
Hiya, who can be angry than his wife? Look at his wife, always keeping an eye on her husband. And when this is wife fall on our novels, it's not look at her. Can you look at the hippos? They're so huge, right? Hippos are all like calm and tough. And they don't want to brush their teeth at all. Hiya, just look at the one behind. She's so black, so dirty. Yeah. 前面咧係我哋幾年前嘅夏天㗎，我聽船長講，你見到啲河馬車都跳咗落船啦，因為想偷笑排咗成10幾年啊，因為一落嚟咧，佢哋就會俾水牛咁劈㗎咯，亦都係手指㗎。見到啲骷髏骨頭啊，後邊我哋入咗嚟獵頭族啊。如果正好正咁樣見佢哋見，我要俾佢哋發現嘅，喺入邊啦，聽唔聽到啲聲？大家有冇事？有冇人見咗個頭㗎？見到頭鬼嘅大聲嗌出嚟。冇啊，係咪啊？記住啊，如果俾毒箭整到咧，我哋要掹翻出嚟掟翻落河，知唔知點解？咁我哋唔可以帶紀念品翻去碼頭，仲話我哋俾翻我哋下一轉。哇！富啊！真係富啊！船長真係富啊！我當朝仲有向朝啊，船長都救唔到你啊嘛，船長第一個開快船閃人㗎啦。Okay, later once I say my boat stop completely, then you may leave to the front door and the back door and the gray areas. Do not go out from my window and break my glass. You cannot see, but the glass is here. Okay? If you go out from my window like a monkey, the gorillas are gonna come and take you away to eat banana all day, all night, even if they do. Okay? Then you and I cannot save you because me myself will be the first one to run away。好了，等一下我所有的床停好了，你们可以用中间和后面的地方离开，不用爬上去前面的，明白吗？好了，俾翻少少時間船長啦，可以有5日4日。好啦，船平安床停好啦，報告 complete 係時候講咩啊？拜拜，拜拜。小心低杆，小心空隙，小心碰頭啊！如果你對香港迪士尼樂園覺得奇妙開心愉快，記得嘅。ഇതോടുകൂടി ജംഗിൾ യാത്രയും അവസാനിച്ചു. യാത്രകൾ ഇനിയും തീരുന്നില്ല. ഡിസ്നിലാൻഡിലെ അടുത്ത അത്ഭുതങ്ങളിലേക്ക് നമുക്ക് വീണ്ടും പോകാം.
ഉണ്ടെന്നാ പറയുന്നത്. ഞാൻ പറഞ്ഞില്ല. There's the music box I told you about. I must find my little friend. Find my little friend. That music box, did you? You never know. The legend just might be true. Well, I do hope you've enjoyed your visit to Mystic Manor.
നല്ല ടേസ്റ്റാണ്, ഒരു കുഴപ്പമില്ല. ചൈനീസ് മസാലകളുടെ അധിക പ്രസരണം ഒന്നുമില്ല. ഭക്ഷണത്തിന് ശേഷം കാസിലിന് അടുത്തുള്ള കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും വിശ്രമിക്കാൻ പറ്റുന്ന ഒരു കേന്ദ്രത്തിലേക്ക് നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോയി. ബൈ മിസ്റ്റേക്ക് മിസ്സാവുകയോ അല്ലെങ്കിൽ മൊബൈൽ ചാർജ് കുറയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ വന്നിരിക്കും. പ്ലാസ സത്രത്തിലെ കാഴ്ചകളെല്ലാം കഴിഞ്ഞിട്ട് പുറത്ത് വന്നു കഴിഞ്ഞാൽ അതിഗംഭീരമായ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സാണ്, രക്ഷയില്ല. ഡിസ്നി ലാൻഡിലെത്തിയ എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാ ആക്ടിവിറ്റിയും കഴിഞ്ഞ് ഇനി മൊമെൻറ്റോസിനുള്ള വെയിറ്റിംഗ് ആണ്. 3D പ്രൊജക്ഷൻ ലേസർ ഷോ വിത്ത് മ്യൂസിക്കൽ ഫൗണ്ടെയിൻ ആൻഡ് ഫയർ വർക്ക്സ് ഓൾ ടുഗദർ. 9:30 സ്റ്റാർട്ട് ചെയ്ത് 10 o'clock ഫിനിഷാകുന്ന ഹാഫ് ആൻ അവർ മ്യൂസിക്കൽ ഫയർ വർക്കിന് വേണ്ടി, മ്യൂസിക്കൽ വാട്ടർ ഡാൻസ് ഫയർ വർക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. ഞാനും എൻ്റെ വൈഫും ഓൾമോസ്റ്റ് എല്ലാ ആക്ടിവിറ്റിയും കഴിഞ്ഞ് അവൾ തളർന്ന് ഇനി ഞാൻ എങ്ങോട്ടും ഇല്ലെന്ന് പറഞ്ഞു. ആ ഗ്യാപ്പിൽ ഞാൻ വീണ്ടും സ്പേസ് ജെറ്റിലേക്ക് ഒരു യാത്ര കൂടെ നടത്തി. ഒപ്പം ഫ്രോസൺ വേൾഡിലേക്കും കൂടി പോയി. ഞാൻ പറയാം, ഡിസ്നി ലാൻഡിൻ്റെ 2ാം എപ്പിസോഡായ ഫ്രോസൺ വേൾഡിലെ റൈഡിലേക്ക് നമ്മൾ പോയിരുന്നു. പക്ഷേ അതിനടുത്ത് ദൂരെ കണ്ടിരുന്ന ഒരു ട്രെയിൻ യാത്ര അത് നമ്മൾ മിസ് ചെയ്തിരുന്നു. കാരണം അതിലെ ക്യൂ കൂടുതലായിരുന്നു. ഈ ഈവനിങ് ടൈമിൽ എല്ലാവരും ഫിനിഷ് ചെയ്ത ആക്ടിവിറ്റി എല്ലാം ഫിനിഷ് ചെയ്ത ശേഷം ഞാൻ പോയി ആ റൈഡിനും കൂടി പങ്കെടുത്തു. ആ സമയത്ത് കാഴ്ച അപൂർവം എന്ന് പറയുന്ന വർണ്ണമനോഹരമായ കാഴ്ചയായിരുന്നു. യാത്രയും നല്ലതായിരുന്നു, ആക്ടിവിറ്റിയും നല്ലതായിരുന്നു. ഈ ട്രെയിൻ യാത്രയ്ക്കിടയിൽ കുറച്ച് ചൈനീസ് സുഹൃത്തുക്കളെ കിട്ടിയിരുന്നു. പക്ഷെ ഭാഷ അറിയാത്തത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറഞ്ഞ് മടങ്ങി. ഡിസ്നി ലാൻഡിലെ ഏറ്റവും മികച്ച ലേസർ ഷോയായ മൊമെൻറ്റോസിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ് ഇനി അടുത്തത്. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം 9:30 വരയ്ക്കും. അപ്പോൾ ഇനി മൊമെൻറ്റോസ് കാഴ്ചകളിലേക്ക്. ഈ അപൂർവ കാഴ്ച നിങ്ങളെ കാണിക്കുന്നില്ല, ഞാൻ സന്തോഷഭരിതനാവും.
അങ്ങനെ ഡിസ്നി ലാൻഡിലെ ഒരു ദിവസത്തെ ആക്ടിവിറ്റികളും ലേസർ ഷോയും എല്ലാം കഴിഞ്ഞ് മടങ്ങുകയായി. കാലത്ത് നമ്മുടെ ഗൈഡ് പീറ്റർ പറഞ്ഞതുപോലെ 10 മണിക്ക് നമ്മളെ രാവിലെ ഇറക്കിവിട്ട സ്പോട്ടിലേക്ക് പോകണം. അതിനു മുമ്പ് ഈ കാണുന്ന തിരക്കുകൾ മുഴുവൻ ഒരുമിച്ച് ഒരേ സമയത്ത് പുറത്തേക്ക് ഇറങ്ങുന്നതാണ്. പലരും പല രീതിയിലുള്ള യാത്രയിലാണ് മടങ്ങി വീട്ടിലേക്ക്. ചിലർക്ക് ഡിസ്നി ലാൻഡിൻ്റെ മുന്നിൽ തന്നെ ടാക്സി സ്റ്റാൻഡ്, ബസ് സ്റ്റാൻഡ്, അതായത് ഡബിൾ ഡക്കർ, അവർ നമ്മളെ ടാറ്റ കാണിച്ച് യാത്രയാക്കുന്നു. ഡിസ്നി ലാൻഡ് മെമ്പേഴ്സ്. അങ്ങനെ ഡിസ്നി ലാൻഡിനോട് വിട പറയുകയാണ്. രാവിലെ 10 മണിക്ക് വന്ന് വൈകുന്നേരം 10 മണി വരെ. ഹോങ്കോങ് ന്യൂ ഇയർ കാഴ്ചകളിൽ കാണാനായി 4 ദിവസത്തേക്ക് ഹോങ്കോങ്ങിലേക്ക് ചെന്ന ഞങ്ങൾക്ക് നല്ലൊരു ദിവസം തന്നെ സമ്മാനിച്ച ഡിസ്നി ലാൻഡിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വിട പറയുകയാണ്. ഹോങ്കോങ് ഡേയ്സിലെ ഈ 4 ഡേയ്സിലെ ഈ ഒരു ദിനമാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തതും ആസ്വദിച്ചതും എല്ലാം. അപ്പോൾ ഡിസ്നി ലാൻഡിന് പുറത്ത് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ബസ് സ്റ്റാൻഡ്, ടാക്സി സ്റ്റാൻഡ് എല്ലാം കാണാം. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ പോയിട്ട് വേണം ഞങ്ങളുടെ റൂമിലേക്ക് കൊണ്ടുപോകാനുള്ള ബസ് വന്ന് നിൽക്കുന്നു. ഇതാ.